നമ്മളോടൊപ്പം CV അനുമോദ് കൂടി നമ്മോടൊപ്പം തൃശ്ശൂരിലുണ്ട്. അനുമോദ് ഉള്ളത് മുരളീധരനൊപ്പമാണ്. കെ മുരളീധരനാണ് നമുക്കറിയാം ഇവിടെ കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ മാറിയത് നമുക്കറിയാം. മുരളീധരനൊപ്പം അനുമോദുണ്ട്. അനുമോദ്, മുരളീധരൻ പ്രചരണം ഇന്ന് എവിടെയൊക്കെയാണ്? അനുമോദ് മുരളീധരനൊപ്പം ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നമ്മൾ എന്താണ് ഇന്ന് പ്രതീക്ഷിക്കേണ്ടത്? അതൊക്കെ കാണാൻ സാധിച്ചോ രാവിലെ? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ഞങ്ങളുള്ളത് കെ മുരളീധരൻ താമസിക്കുന്ന ഹോട്ടലിലാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം അല്പസമയത്തിനകം പുറത്തേക്ക് ഇറങ്ങും. പ്രചരണത്തിന് ഇന്ന് അദ്ദേഹം പുതുക്കാട് മേഖലയിലാണ് ഉണ്ടാവുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അളഗപ്പ നഗർ പഞ്ചായത്തിലാണ് അദ്ദേഹം ഉച്ചവരെ 11:30 വരെ ഉണ്ടാവുക. അതിനുശേഷം അദ്ദേഹം വരന്തരപ്പള്ളി മേഖലയിലേക്ക് പോകും. ഇപ്പോൾ എന്ന് വെച്ചാൽ ധാരാളം സമയം ഈ പ്രചരണത്തിനുള്ളത് കൊണ്ട് തന്നെ ഓരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തുന്ന ശൈലിയിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കെ മുരളീധരൻ്റെ പ്രചാരണം ഇവിടെ മുന്നോട്ട് പോകുന്നത്. 2-ാം തീയതി, അതായത് ഏപ്രിൽ 2-ാം തീയതി വരെ അത്തരത്തിൽ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ഒരു ദിവസം മുഴുവൻ 2-3 പഞ്ചായത്തുകളിലായിട്ട് ചെലവഴിക്കുക, അത്തരത്തിലാണ്. അതിനുശേഷം മണ്ഡലങ്ങളിലേക്ക്, ഒരു ദിവസം ഒരു മണ്ഡലം എന്ന തരത്തിലേക്ക് പ്രചരണം വിപുലീകരിക്കും. ധാരാളം സമയമുള്ളതുകൊണ്ട് ഇത്തരത്തിൽ പ്രചരണം താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് നടത്തുവാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ എല്ലാ സ്ഥാനാർത്ഥികളെയും മുൻപിലുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ വളരെ താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് തങ്ങളുടെ രാഷ്ട്രീയം പറയുവാൻ, തങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുവാൻ ചോദിക്കുക, അതിനെല്ലാമുള്ള സമയമുള്ളതുകൊണ്ട് ഫലപ്രദമായിട്ട് വിനിയോഗിക്കുക. അതാണിപ്പോൾ സ്ഥാനാർത്ഥികൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ കാസിനോ ഹോട്ടലിലാണ്. കെ മുരളീധരൻ ഇവിടെയാണ് ക്യാമ്പ് ചെയ്യുന്നത്. അദ്ദേഹം അല്പസമയത്തിലൊക്കെ ഇറങ്ങുമെന്നാണ് പറയുന്നത്. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു കെ മുരളീധരൻ്റെ ഈ എൻട്രി. അദ്ദേഹം വടകരയിലെ സ്ഥാനാർത്ഥിയായി പ്രചരണം തുടങ്ങി ആദ്യഘട്ടം പൂർത്തിയാക്കുമ്പോഴാണ് അദ്ദേഹത്തെ അപ്രതീക്ഷിതമായി, നാടകീയമായി തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നത്. TN പ്രതാപന് പകരം കെ മുരളീധരൻ വന്നതോടെ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രം തന്നെ മാറുകയാണ്. മുൻപ് തന്നെ ഒരു ത്രികോണ മത്സരം എന്ന തരത്തിൽ നമ്മൾ വിലയിരുത്തിയിരുന്നത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും കരുത്തേറിയ സ്ഥാനാർത്ഥികളുടെ ഒരു മത്സരമായിട്ട്, ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഇടമായിട്ട്, കേരളത്തിലെ മണ്ഡലമായിട്ട് തൃശ്ശൂർ മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം കെ മുരളീധരൻ്റെ ശൈലി നമുക്കറിയാം. ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയും. കുറുക്കി കൊള്ളുന്ന രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ കൊള്ളുന്ന രീതിയിൽ തന്നെ പറയും. അദ്ദേഹത്തിൻ്റെ നാക്കിൻ്റെ മൂർച്ച അത് ആരെയും വേദനിപ്പിക്കാതെയാണെങ്കിലും കൃത്യമായി പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട ശൈലിയിൽ, പറയേണ്ട സമയത്ത് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് കെ മുരളീധരൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു കടന്നുവരവ് അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം തന്നെ മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധേയമായിരുന്നു. TN പ്രതാപനെ പോലെയല്ല ആ ഒരു കാര്യത്തിൽ കെ മുരളീധരൻ എന്നത്. അതായത് ഈ പേരെടുത്ത് വിമർശിക്കേണ്ട സമയത്ത് പേരെടുത്ത് തന്നെ അദ്ദേഹം വിമർശിക്കും. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. അത് എല്ലാവർക്കും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ശൈലിക്ക് ലഭിക്കുന്ന സ്വീകാര്യത നമുക്ക് അറിയാം. കരുണാകരൻ്റെ ഒരു തട്ടകമായിട്ടാണ് തൃശ്ശൂർ വിലയിരുത്തുന്നത്. അപ്പോൾ കരുണാകരൻ്റെ തട്ടകത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മകൻ പോരിനിറങ്ങുമ്പോൾ ആ ഒരു ലെഗസി, അത് കരുണാകരൻ്റെ ലെഗസി, അത് കെ മുരളീധരനിലൂടെ ഉയർത്തിപ്പിടിക്കേണ്ടത് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ തന്നെ ഈ ഘട്ടത്തിലെ ഒരു അഭിമാന പ്രശ്നമാണ്. കാരണം നമുക്കറിയാം, പത്മജ വേണുഗോപാൽ BJPയിലേക്ക് മാറിയതും അതേ തുടർന്ന് കോൺഗ്രസിലുണ്ടായ പ്രതിസന്ധിയും അതിനെ ഈ കെ മുരളീധരൻ്റെ സാന്നിധ്യം കൊണ്ട് അവർ മറികടക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന് ഇവിടെ മണ്ഡലം നിലനിർത്തുക എന്നത് ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഒരു അഭിമാന പ്രശ്നം തന്നെയാണ്. മറ്റു മണ്ഡലങ്ങളെക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കോൺഗ്രസ് കരുതുന്നതും ഈ തൃശ്ശൂരിലെ ഈ ഒരു പോരാട്ടത്തെയാണ്. അതിന് മെയ് മറന്ന് ഇറങ്ങുകയാണ് ഇപ്പോൾ തൃശ്ശൂരിലെ കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം ഒന്നാകെയുള്ളത്. ഇപ്പോൾ ഓരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ഓരോ കൃത്യമായ വിശദീകരണ യോഗങ്ങൾ നടത്തി. കൃത്യമാണ് അനുമോദ്, അത് ശരിയാണ്. കരുണാകരന്റെ തട്ടകം എന്ന് തന്നെയാണ് തൃശ്ശൂർ അറിയപ്പെടുന്നത്. പക്ഷേ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയതിനു ശേഷം പത്മജ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് കരുണാകരന്റെ മക്കളെ ഒന്നും തൃശ്ശൂർ ജയിപ്പിച്ച് ചരിത്രമില്ല എന്നുള്ളത്. കരുണാകരനെ ഇഷ്ടമാണ് തൃശ്ശൂർക്കാർക്ക്, കരുണാകരന്റെ തട്ടകമാണെന്ന് പറയുമ്പോഴും കരുണാകരന്റെ മക്കളെ ഇഷ്ടമല്ല തൃശ്ശൂരുകാരിൽ എങ്ങനെ മുരളീധരൻ വിജയിക്കുമെന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം പത്മജ ചോദിക്കുന്നുണ്ട്. അത് ഇതിനുള്ള മറുപടി സ്വാഭാവികമായും നമുക്ക് മുരളീധരനിൽ നിന്നാണ് കിട്ടേണ്ടത്. അനുമോദ് അല്പസമയത്തിന് മുരളീധരനെ കാണും എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സുരേഷ്